വ്യത്യസ്തമായ അളവിലും ക്രമത്തിലും കഴിക്കേണ്ട ഭക്ഷണത്തെ കലോറി എന്ന യൂണിറ്റിലാണ് കണക്കാക്കുന്നത്. അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എന്തുമാത്രം ശക്തിയും ചൂടും ലഭിക്കുന്നുവോ അതിൻ്റെ അളവ് കലോറിയായി കണക്കാക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ ഇത്ര ഗ്രാമെന്നോ കിലോഗ്രാമെന്നോ പറയാൻ കഴിയും. എന്നാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങളെ അങ്ങനെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ അളക്കാൻ കലോറി എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുരുഷന് ഒരു ദിവസം വേണ്ട ഊർജ ആവശ്യം 2400 കലോറിയും സ്ത്രീക്ക് 1900 കലോറിയുമാണ്. പുരുഷന്മാരിൽ അധ്വാനം അനുസരിച്ച് ഈ അളവ് 75 മുതൽ 3800 വരെ മണിക്കൂർ തോറും കൂടിക്കൊണ്ടിരിക്കും. സ്ത്രീകളിൽ അമിത അധ്വാനഭാരത്തിൻ്റെ വ്യത്യാസങ്ങൾ കൂടാതെ ഗർഭകാലത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടിയും മുലയൂട്ടുന്ന കാലത്ത് ശിശുക്കളുടെ പോഷണത്തിനു വേണ്ടിയും കൂടുതൽ കലോറി വേണ്ടിവരും. ഇപ്രകാരം പുരുഷന്മാരിൽ കലോറിയുടെ ആവശ്യം 2200 മുതൽ 3800 വരെയും സ്ത്രീകളിൽ 1800 മുതൽ 3000 കലോറി വരെയും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ശാരീരിക അവസ്ഥ, അധ്വാന ഭാരം എന്നിവ അനുസരിച്ചാണ്. പാല്, തൈര്, മാംസം, മത്സ്യം, പരിപ്പുകൾ, പാൽക്കട്ടി, നെയ്യ്, വെണ്ണ, എണ്ണ, ധാന്യങ്ങൾ, ഫലങ്ങൾ മുതലായവ നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങളാണ്. അതുപോലെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് വിറ്റാമിനും ധാതുലവണങ്ങളും പ്രദാനം ചെയ്യുന്ന പച്ചക്കറികൾ, പാല്, തൈര്, ഉണക്കപ്പഴങ്ങൾ മുതലായവയും ആവശ്യമാണ്. നമുക്ക് അരിയും ഗോതമ്പും ബാർലിയും ഉരുളക്കിഴങ്ങും മറ്റും ഭക്ഷിച്ച് വിശപ്പടക്കാനും ശക്തി പ്രാപിക്കാനും കഴിയും. എന്നാൽ ധാതുലവണങ്ങൾ, വിറ്റാമിൻ, എണ്ണ, ആവശ്യത്തിന് വേണ്ട ജലം ഇവയുടെ അഭാവത്താൽ രോഗഗ്രസ്തരാകും. ശരീരത്തിനാവശ്യമായ സകല തത്വങ്ങളുടെയും സന്തുലിത അനുപാതത്തിലുള്ള മിശ്രണമാണ് സന്തുലിത ആഹാരത്തിൻ്റെ അർത്ഥം. ആരോഗ്യമുള്ളവരും ഊർജ്ജസ്വലരും രോഗരഹിതരുമായിരിക്കുവാൻ സന്തുലിത ആഹാരം നമ്മെ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ, ധാതുലവണങ്ങൾ, ജലം, വിറ്റാമിനുകൾ, നാരുകൾ എന്നിവയാണ് സന്തുലിത ആഹാരത്തിലെ പ്രധാന ഘടകങ്ങൾ. സ്ഥിരമായി ഫലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശീലമാക്കണം. പപ്പായ, പേരയ്ക്ക, ചക്ക, മാങ്ങ, വാഴപ്പഴം എന്നിങ്ങനെ നമുക്ക് ചുറ്റും സുലഭമായ ഫലങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അരി, ഗോതമ്പ്, മൈദ, മറ്റു ധാന്യങ്ങൾ, ഉരുളക്കിഴങ്ങ്, പരിപ്പ് എന്നിവ സ്റ്റാർച്ചും, പഞ്ചസാര, ശർക്കര, വിവിധയിനം പഴങ്ങൾ, ഉണക്കപ്പഴങ്ങൾ, മധുരക്കിഴങ്ങ് മുതലായവ പഞ്ചസാരയും പ്രദാനം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റുകളാകുന്നു. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ചൂടും ശക്തിയും ലഭിക്കുന്നു. അതിനാൽ ഭക്ഷണത്തിൽ ഇത് കൂടുതലായി ഉണ്ടാകണം. ശരീരത്തിന് വേണ്ട കലോറിയുടെ ഏകദേശം പകുതി ഭാഗം കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് തന്നെ ലഭ്യമാകണം. എന്നാൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് അധികമായാൽ അമിതവണ്ണമായിരിക്കും ഫലം. ശാരീരികമായി കൂടുതൽ അധ്വാനിക്കുന്നവർ മാത്രമേ ഇത് അധികമായി ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതൽ ശാരീരിക അധ്വാനമില്ലാത്തവർ ആവശ്യത്തിലധികം കാർബോഹൈഡ്രേറ്റ്സ് ഭക്ഷിച്ചാൽ അവരിൽ അലസതയും അജീർണവും അനാവശ്യമായ കൊഴുപ്പും വർദ്ധിക്കും. ദഹന പ്രക്രിയയിൽ കാർബോഹൈഡ്രേറ്റ്സ് പഞ്ചസാരയുടെ ലളിത രൂപമായ ഗ്ലൂക്കോസായി മാറുന്നു. ആയതിനാൽ എളുപ്പം ദഹിക്കുകയും ദഹനത്തിനു ശേഷം അവശേഷിക്കുന്നവ ചർമ്മത്തിനടിയിൽ കൊഴുപ്പിൻ്റെ രൂപത്തിൽ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ഉപവാസം, യോഗ മുതലായ സമയങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം ലഭ്യമല്ലാതെ വരുമ്പോൾ ഈ കൊഴുപ്പ് പ്രയോജനപ്പെടുകയും അങ്ങനെ ശരീരരക്ഷ സാധ്യമാകുകയും ചെയ്യുന്നു. എന്നാൽ അമിത അളവിൽ കൊഴുപ്പ് ശേഖരിക്കപ്പെട്ടാൽ ഇത് ശരീരത്തിന് ഹാനികരമാകുകയും ദഹനശേഷിയും അതുമൂലം കർമ്മശക്തിയും കുറയുകയും ചെയ്യുന്നു. ശരീരത്തിന് പെട്ടെന്ന് ശക്തി ലഭിക്കേണ്ട സന്ദർഭങ്ങളിൽ പഞ്ചസാരയോ ഗ്ലൂക്കോസോ ചേർന്ന ഭക്ഷ്യവസ്തുക്കൾ അതിവേഗം ഫലപ്രദമാകുന്നു. അതുപോലെ അധ്വാനശക്തി ലഭിക്കുന്നതിനു വേണ്ടി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ്. പഞ്ചസാര, ഗ്ലൂക്കോസ്, ശർക്കര എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ദീർഘനേരം നിലനിർത്തുന്നതിന് കൊഴുപ്പിൻ്റെ ആവശ്യമുണ്ട്. കൊഴുപ്പടങ്ങിയ പദാർത്ഥങ്ങൾ ശരീരത്തിൻ്റെ രക്ഷാഭണ്ഡാരങ്ങളാകുന്നു. കാർബോഹൈഡ്രേറ്റിനെ അപേക്ഷിച്ച് 2.5 ഇരട്ടി ശക്തി കൊഴുപ്പിൽ നിന്നും കൂടുതൽ ലഭിക്കുന്നു. ശരീരപോഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കൊഴുപ്പ് നെയ്യ്, എണ്ണ, പാല്, തൈര്, പാൽപ്പാട, വെണ്ണ, മൃഗക്കൊഴുപ്പ് മുതലായ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്നു. പ്രോട്ടീൻ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് പ്രോട്ടീൻ. കോശനിർമ്മിതിക്കും അവയെ നിലനിർത്തുന്നതിനും പ്രോട്ടീൻ പ്രധാന പങ്ക് വഹിക്കുന്നു. രോഗം മൂലം തകർച്ച സംഭവിച്ചതും കഠിനാധ്വാനം കാരണം ക്ഷതം സംഭവിച്ചതുമായ കോശങ്ങളെ പുനരുദ്ധരിക്കുന്നതിന് പ്രോട്ടീൻ ആവശ്യമാണ്.
ശാരീരികമായ വളർച്ച, ഊർജ്ജസ്വലത, ആരോഗ്യം എന്നിവ നിലനിർത്തുന്നതിൽ പ്രോട്ടീന് വലിയ പങ്കുണ്ട്. അതിനാൽ നമ്മുടെ ആഹാരത്തിൽ ഒരു നിശ്ചിതമായ അനുപാതത്തിൽ പ്രോട്ടീൻ ആവശ്യമുണ്ടായിരിക്കേണ്ടതാണ്. ഗർഭിണികളുടെയും ശിശുക്കളുടെയും കഠിനാധ്വാനം ചെയ്യുന്നവരുടെയും ആഹാരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായി ഉണ്ടായിരിക്കണം. അതുപോലെ രോഗാനന്തരം ആരോഗ്യം വീണ്ടെടുക്കുവാനും പ്രോട്ടീൻ ഒഴിച്ചുകൂടാനാവാത്തതാണ്. മത്സ്യം, മാംസം, മുട്ടയുടെ മഞ്ഞക്കരു, പാൽക്കട്ടി, പരിപ്പുകൾ, പട്ടാണിപ്പരിപ്പ്, നിലക്കടല, സോയാബീൻ, മുളപ്പിച്ച ധാന്യങ്ങൾ, പാല്, ഉണക്കപ്പഴങ്ങൾ എന്നിവയിൽ നിന്നാണ് പ്രോട്ടീൻ ഏറ്റവും കൂടുതലായി നമുക്ക് ലഭിക്കുന്നത്.